യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഓവർസീഡ് ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് ഇൻ PWD കാറ്റഗറി നമ്പർ 578/2024. നമ്മുടെ അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഡിസംബർ ഫസ്റ്റ് വീക്കാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ നമ്മുടെ അതിൻ്റെ ക്ലാസ്സസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഡയോഡ്സ് ആ ഒരു ടോപ്പിക്ക് അതിൽ നിങ്ങൾക്ക് വരുന്ന മെയിൻലി സെമി കണ്ടക്ടേഴ്സ്, PN ജംഗ്ഷൻ ഡയോഡ്, ഫോർവേഡ് റിവേഴ്സ് ബയാസിസ്, സ്പെസിഫിക്കേഷൻ, സെനർ ഡയോഡ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ആ ഒരു മൊഡ്യൂളിലെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു 50 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടെലഗ്രാമിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അനുയോജ്യമായ രീതിയിലുള്ള ക്ലാസ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് MCQ മോഡൽ ഇതുപോലത്തെ MCQs ആണ് നമ്മൾ കൊടുക്കുന്നത്. മോഡൽ MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഡാഷ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ ഈസ് മോർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, ലൈസ് ബിറ്റ്വീൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ലൈസ് ബിറ്റ്വീൻ ആണ് വരുന്നത്. റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. രണ്ടാം ദിവസം നോക്കൂ. ഈ സെമി കണ്ടക്ടർ ഈസ് ഫോംഡ് ബൈ ഡാഷ് ബോൺസ്. സെമി കണ്ടക്ടർ ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ കോവാലൻ ബോൺസ്. നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ, ഇതിൽ ഒരു മാർക്കർ ഓപ്ഷൻ ഇല്ല. ഓക്കെ, സെമി കണ്ടക്ടർ ഈസ് ഫോംഡ് ബൈ കോവാലൻ്റ് ബോൺസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത മൂന്നാം ദിവസം നോക്കൂ. ദ മോസ്റ്റ് കോമൺലി യൂസ് സെമി കണ്ടക്ടർ ഈസ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി സിലിക്കൺ. അപ്പോൾ നമുക്ക് ബേസിക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അടുത്ത ഫോർത്ത് ദിവസം നോക്കൂ. ഇൻ എ സെമി കണ്ടക്ടർ ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി 1 ഇലക്ട്രോൺ വോൾട്ട്. ഇത് കണ്ടുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. 1 ഇലക്ട്രോൺ വോൾട്ട്. ഫിഫ്ത്ത് ദിവസം നോക്കൂ. ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ക്രിയേറ്റഡ് ബൈ ഓൾ ഓഫ് ദി എബോവ് ആണ്. അയണൈസേഷൻ, ഡിഫ്യൂഷൻ, റീകോമ്പിനേഷൻ, ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. സിക്സ്ത് ദിവസം നോക്കൂ. അബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ ആൻഡ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഹാസ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. നോ ഹോൾസ് ഓർ ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്ത് സെവൻത് ദിവസം നോക്കൂ. വെൻ ദ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസസ് ഫ്രം 5 വോൾട്ട് ടു 10 വോൾട്ട് ദ ഡിപ്ലീഷൻ ലെയർ എന്ത് വരും? 5 വോൾട്ട് 10 വോൾട്ട് റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ആവണമെങ്കിൽ ഡിപ്ലീഷൻ ലെയർ ബിക്കംസ് ലാർജർ ആവും. അടുത്ത 8th ദിവസം നോക്കൂ. ഈ റിവേഴ്സ് വോൾട്ടേജ് ഓഫ് 20 വോൾട്ട് ഈസ് അക്രോസ് ദി ഡയോഡ്. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദി ഡിപ്ലീഷൻ ലെയർ? ഡയോഡിന് അക്രോസ് റിവേഴ്സ് വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ എന്താണെങ്കിൽ നമ്മുടെ ഡിപ്ലീഷൻ ലെയർ അക്രോസ് എന്ന വോൾട്ടേജും ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 20 വോൾട്ടേജ് തന്നെയാണ്. 9th ദിവസം നോക്കൂ. ദ വോൾട്ടേജ് വെയർ അവലാഞ്ചി ഒക്കേഴ്സ് ഈസ് കോൾഡ്. ഏത് വോൾട്ടേജ് ആണ്? ഇറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ് സെമി കണ്ടക്ടർ ഇൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, സിലിക്കൺ. ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. 15 ഇലക്ട്രോൺ വോൾട്ട്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡ്. ദ എനർജി ബാൻഡ് ഇൻ വിച്ച് ഫ്രീ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. കണ്ടക്ഷൻ ബാൻഡ്. ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ കണ്ടക്ടേഴ്സ് ഈസ് ഓപ്ഷൻ ബി ആണ്. 0. ദ മെജോറിറ്റി കരിയേഴ്സ് ഇൻ എ സെമി കണ്ടക്ടർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ ഡോപ്പിംഗ്. ഇതെല്ലാം നമ്മൾ തിയറി ക്ലാസ്സിൽ പറയുന്നുണ്ട്, വീഡിയോ ക്ലാസ്സിൽ. ഇത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ബേസിക് നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾക്ക് ഒരു 1-2 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ദ മൈനോറിറ്റി കരിയേഴ്സ് ഇൻ എ സെമി കണ്ടക്ടേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു ആൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഓപ്ഷൻ ഡി ഡോപ്പിംഗ്. ഞാൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ആർ തെർമലി പ്രൊഡ്യൂസ്ഡ്. ഓപ്ഷൻ സി ആണ്. 18th ദിവസം നോക്കൂ. വെൻ എ PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ വയർ ഈസ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. അടുത്ത ദിവസം നോക്കൂ. അറ്റ് റൂം ടെമ്പറേച്ചർ ദ ചാർജ് കാരിയേഴ്സ് ഇൻ ആൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഈസ് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത ദിവസം നോക്കൂ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് നമ്പേഴ്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ആൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഈസ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. 1. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഡോപ്പിംഗ് ഓഫ് സിലിക്കൺ വിത്ത് ആർസെനിക് ലെറ്റ്സ് ടു ഓപ്ഷൻ ഡി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോമൺ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് ജോയിൻ ആവുക. നമുക്ക് പഴയൊരു ചാനൽ ഉണ്ടായിരുന്നു, പബ്ലിക് ചാനൽ. അത് ഇടയ്ക്ക് ഹാക്കായിപ്പോയി. അങ്ങനെ അതെനിക്ക് ഇപ്പം അക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മളൊരു പുതിയ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവുക. നമ്മുടെ ബേസിക് ഇതുപോലത്തെ PDF-ഉം അതുപോലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. എ പീസ് ഓഫ് ജെർമേനിയം ഈസ് കൂൾഡ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു 100 Kelvin. ഇറ്റ്സ് കണ്ടക്ടിവിറ്റി കൂൾഡ് ആണ് ഫ്രം റൂം ടെമ്പറേച്ചർ ടു 100 Kelvin. എപ്പോൾ എന്ത് വരും? കണ്ടക്ടിവിറ്റി എന്ത് കൂടുകയോ ചെയ്യോ കുറയോ ചെയ്യോ? ഇറ്റ് ഈസ് ഡിക്രീസസ്. The temperature of a piece of germanium increases its conductance. Germanium increases.
Which type of charge carrier has the greatest mobility? It is option C, free electrons. The resistivity of a semiconductor depends upon the option D, atomic structure. The forbidden energy gap in a conductor, ഇതും ഒരുക്കെ കണ്ടിട്ടുണ്ടോ കേട്ടോ ക്വസ്റ്റ്യനിൽ, 0 ഇലക്ട്രോൺ വോൾട്ട് ആണ്, 0 ഇലക്ട്രോൺ വോൾട്ട്. At 0 Kelvin, an intrinsic semiconductor behave as option C, perfect insulator. Okay. അടുത്ത് നോക്കൂ, the current in the external wire for p-type semiconductor is by, it is option A, free electrons. അടുത്ത ക്വസ്റ്റ്യൻ, Ohm's law is not obeyed by, ഓപ്ഷൻ ബി ആണ് semiconductors. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 30, in a semiconductor crystal, if the current flow due to breakage of crystal bond, then the semiconductor is called option C, intrinsic semiconductor. ഇതെല്ലാം നമ്മളെ ആ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ദിവസം നോക്കൂ, ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഓഫ് ദി ഓർഡർ 0.07 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടക്ടർ. എ സെമി കണ്ടക്ടർ ഈസ് കൂൾഡ് ഫ്രം T1K to T2K, ഇറ്റ് റെസിസ്റ്റൻസ് എന്താണ്, ഇറ്റ് വിൽ ഇൻക്രീസ്. എ ക്രിസ്റ്റൽ ഡയോഡ് ഹാസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, 1 PN ജംഗ്ഷൻ. അടുത്ത ദിവസം നോക്കൂ, എ ക്രിസ്റ്റൽ ഡയോഡ് ഹാസ് ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദി ഓർഡർ ഓഫ് ഏത് റേഞ്ച് ആയിരിക്കും, ഓം ആണ്, ഓം. The reverse current in a crystal diode is of the order, it is option A, microampere. At 36 നോക്കൂ, the forward voltage drop across a silicon diode is about option C, 0.7 volt. A crystal diode is used as an rectifier. The DC resistance of a crystal diode is dash that of AC resistance. Crystal diode types of diode കുറിച്ച് പഠിക്കുന്നുണ്ട്. So option C, less than ആണ്. An ideal crystal diode is one which behave as a perfect conductor. The reverse resistance and forward resistance of a crystal diode have a ratio of the about option B, 1000:1. The leakage current in a crystal diode is due to option A, minority carriers. If the temperature of a crystal diode increased ആണെങ്കിൽ leakage current എന്ത് പറ്റും, it will increases. Doping level of a crystal diode increased ആണെങ്കിൽ breakdown voltage എന്ത് പറ്റും, it will decreases. Crystal diode is dash device, it is a non-linear device ആണ്. When a crystal diode is a rectifier, the most important construction നമ്മൾ എന്ത് കൊടുക്കണം, it will be peak inverse voltage ആയിരിക്കും. If the doping level in a crystal diode increased ആണെങ്കിൽ width of the depletion layer എന്തായിരിക്കും, it is option C ആണ്, decreased. ഇതെല്ലാം നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത്. A Zener diode has option A, 1 PN junction. Zener diode is used as option C, voltage regulator. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ദിവസം നോക്കൂ, ദ ഡോപ്പിംഗ് ലെവൽ ഇൻ എ സെനർ ഡയോഡ് ഈസ് ഡാഷ് ദാറ്റ് ഓഫ് ക്രിസ്റ്റൽ ഡയോഡ്. ഡോപ്പിംഗ് ലെവൽ എന്താണ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, മോർ ദാൻ. എ സെനർ ഡയോഡ് ഈസ് ഓൾവേസ് ഡാഷ് കണക്റ്റഡ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, റിവേഴ്സ് കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെല്ലാം ജോയിൻ ആവുക. മൺഡേ മുതൽ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വളരെ ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസസ് ആണ് നമുക്ക് ക്ലാസ്സസ് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ജോബ് കിട്ടിയവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഫർദർ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ നമ്മൾ കോമൺ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പൊക്കെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ, താങ്ക് യു.